ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ് പ്രതി ശബരിനാഥിനെതിരെ വീണ്ടും കേസ്. ഓൺലൈൻ ട്രേഡിംഗിനായി പണം വാങ്ങി അഭിഭാഷകരിൽ നിന്ന് 34 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് ശബരിനാഥിനെതിരെ കേസെടുത്തത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ പുതിയ കേസിന്റെ വിവരങ്ങൾ എന്താണ്? തിരുവനന്തപുരം സ്വദേശിയായ സഞ്ജയ് വർമ്മ എന്ന അഭിഭാഷകനിൽ നിന്നാണ് 34 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തത്. കഴിഞ്ഞ 2024 ജനുവരി മുതലാണ് ഇത്തരത്തിൽ പൈസ വിവിധ തവണകളായി വാങ്ങുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ അവസാന ഗഡുവായി പണം വാങ്ങുകയും ചെയ്തിരുന്നു. ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം അതിന്റെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം നൽകാം, അതിൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പണം തട്ടുന്നത്. വിവിധ ഘട്ടങ്ങളായി പൈസ വാങ്ങുന്നു. അതിനുശേഷം 1 രൂപ പോലും ഇദ്ദേഹത്തിന് ലാഭ ഇനമായോ അതല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിയ തുകയോ തിരിച്ചു നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച പരാതി നൽകിയതിന് പിന്നാലെയാണ് വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാൻ എളുപ്പമല്ല ഈ വകുപ്പുകളെന്നാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേസെടുത്തതിന് പിന്നാലെ ശബരിനാഥിനെ സംബന്ധിച്ച ഒരു വിവരവും ലഭ്യമല്ല. അയാൾക്കുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരളം തന്നെ ഞെട്ടിയ ഒരു തട്ടിപ്പായിരുന്നു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ്. അതിലെ പ്രധാനിയാണ് ഇയാൾ. ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്നൊക്കെ ജാമ്യം ലഭിച്ചതിന് ശേഷം, ജയിൽ മോചിതനായതിനു ശേഷം പിന്നീട് ഇത്തരം തട്ടിപ്പുകളൊന്നും ഇതുവരെയും പെട്ടതായി അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ആരെയും കബളിപ്പിക്കപ്പെട്ടതായി വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് ഓൺലൈൻ ട്രേഡിങ്ങിനെ തന്നെയാണ് ഇത്തവണ ഇയാൾ ഒരു പ്രധാനപ്പെട്ട കാരണമായി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി.